ഹായ് അശ്വതീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് നല്ല തീയലും മോര് കൂട്ടാനും വെക്കാമെന്ന് കരുതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. എന്തുണ്ടെങ്കിലും കമൻറ്റ് ആയിട്ടിട്ടേക്കണേ. അപ്പോൾ നല്ല തീയലും മോര് കൂട്ടാനും വെക്കാമെന്ന് കരുതിയായിരുന്നേ. നല്ല വിളഞ്ഞ തേങ്ങ എടുത്ത് വറക്കാമെങ്കിൽ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ ഇച്ചിരി വിളവ് കുറഞ്ഞ തേങ്ങയായിരുന്നേ. നല്ല കൊച്ചുള്ളിയും കറിവേപ്പിലയൊക്കെ വറക്കാൻ നേരത്തെ ഇടാമെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് കൊച്ചുള്ളി ഇടണ്ട, കുറച്ചിട്ടാൽ മതി. പിന്നെ മൂക്കാറാകുമ്പോഴത്തേക്ക് നല്ല പെരിഞ്ജീരകവും കൂടി ഇടാമെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഇടാവുള്ളൂ, ഒരുപാട് ഇടരുത്. നല്ല പാവയ്ക്ക തീയലായിരുന്നേ. ഇവിടെ ആർക്കും തീയൽ അത്രയ്ക്ക് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തീയലും മോരും കൂടെ ഉള്ളത്. നല്ല കോമ്പിനേഷൻ അല്ലേ. നല്ല പാവയ്ക്കായിരുന്നു, നല്ല പച്ച പാവയ്ക്ക. കയ്പ്പുണ്ടായിരുന്നു, എന്നാലും നമ്മൾ എണ്ണയിലിട്ട് വാട്ടാമെങ്കിൽ അത്രയ്ക്ക് കയ്പ്പാകില്ല. പിന്നെ അരയ്ക്കുമ്പോഴത്തേക്ക് വെള്ളം തൊടാതെ അരയ്ക്കാമെങ്കിൽ നല്ല ഇച്ചിരി കൂടി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും. എന്ന് ഞാൻ പറഞ്ഞില്ലേ, വിളഞ്ഞ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് അരയ്ക്കുമ്പോഴത്തേക്ക് അത്രയ്ക്ക് നന്നായിട്ട് എണ്ണ തെളിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളവും കൂടി ചേർത്താണ് അരച്ചത്. പിന്നെ മോര് കൂട്ടാനായിരുന്നേ. വറ്റൽ മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വല്പം മുളക് പൊടി ഇടും. അപ്പോൾ ഇച്ചിരി നല്ല ടേസ്റ്റ് ആവുകയാണ്, ചെറിയൊരു എരിവും കിട്ടും, കാണാനും നല്ല ഭംഗിയായിരിക്കും മുളക് പൊടി ഇടുമെങ്കിൽ. വറ്റൽ മുളകില്ലെങ്കിൽ എല്ലാവരും ഇനി അങ്ങനെ ചെയ്ത് വെക്കണേ. നല്ല മോരും ചോറും തീയലും അടിപൊളി കോമ്പിനേഷനായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ ബൈ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ബൈ.